ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് റീസ്റ്റോർ ചെയ്തിരുന്ന സ്പ്ലെൻഡർ ഉണ്ടല്ലോ. ഈ സ്പ്ലെൻഡർ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ റീസ്റ്റോറേഷൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 3 പാർട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ കട്ടനെ കുടിച്ച് സെറ്റായി. ഇതാ നമ്മൾ യാത്ര തിരിച്ചു ഗായ്സ്. നമ്മൾ ശബരിമല യാത്രയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കെട്ടുന്ന സ്ഥലത്തേക്ക് എത്തി. നമ്മൾ കെട്ടാനുള്ള സംഭവം എല്ലാം റെഡിയാക്കി. അങ്ങനെ കെട്ടി. പിന്നെ നമ്മൾ കെട്ടി തന്ന ആൾ തന്നെ നമുക്ക് നമ്മുടെ സ്പ്ലെൻഡർ പൂജിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ പൂജിച്ച് സെറ്റാക്കി നമുക്ക് നേരെ ഫസ്റ്റ് പഴവങ്ങാടി ഗണേശ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ ആദ്യം പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ വിഘ്നേശ്വരന് തേങ്ങയൊക്കെ ഉടച്ച് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയാണ് ഗൈസ്. നമ്മളെ വണ്ടിക്കുട്ട നമ്മളെയും കാത്ത് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ച് വഴിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ കൊട്ടാരക്കരയിലേക്ക് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ കൊട്ടാരക്കരയിലേക്ക് എത്തി. അങ്ങനെ അതാ നമ്മുടെ വണ്ടി എല്ലാം അവിടെ സേഫായിട്ടിരിക്കുകയാണ് ഗൈസ്. കൊട്ടാരക്കര ഗണപതി ഭഗവാനെയൊക്കെ തൊഴുത് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി വഴിയിൽ നിർത്തി. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് നടുവൊക്കെ നോത്ത് ക്ലിയർ ചെയ്ത് ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു ഗൈസ്. ഇത് നമ്മളെ പത്തനംതിട്ട റാന്നി അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയത്. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് ഇതാ കയറാൻ പോയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ ഹൈ റേഞ്ച് കയറി. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമ്മൾ ബൈക്കിലുള്ള യാത്രയുണ്ടല്ലോ, അതെല്ലാം വളരെ റിസ്ക് പിടിച്ചൊരു യാത്രയാണ്. എല്ലാവരും ബൈക്കിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. എല്ലാവരും നല്ല സേഫായിട്ട് മത്സരമൊന്നും വയ്ക്കാതെ എല്ലാവരും മര്യാദയ്ക്ക് പോയിട്ട് വരിക ഗൈസ്. ഞാൻ തന്നെ ഒരു മിനിമം സ്പീഡിലാണ് പോകുന്നത്. ഒരു 30-40 ആ ഒരു റേഞ്ചിലാണ് ഹൈ റേഞ്ച് കയറുന്നത്. കാരണം ഇതൊക്കെ വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും വളരെ സേഫായിട്ട് പോവുക. പിന്നെ ബൈക്കിൽ പോകുന്നത് തന്നെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ഗൈസ് നമ്മളിത് ആ പമ്പയിലേക്ക് എത്തി. ഇതാ നമ്മുടെ ബൈക്ക് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇനി മല കയറാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഗൈസ് എനിക്ക് കുറച്ച് ഭാഗം എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പമ്പയിലുള്ള വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. പിന്നെ പമ്പയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മല കയറി ഇറങ്ങി വീണ്ടും നമ്മുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് കൊണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.